ഹായ് ഡിയോസ്, വെൽക്കം ടു മൈ ടീം ഡേഡി ഡിസൈൻസ്. ഇന്ന് നമ്മൾ എറണാകുളത്തേക്കുള്ള ഡ്രസ്സാണ് കേട്ടോ കസ്റ്റമൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു അജ്രാക്ക് മെറ്റീരിയൽസിൻ്റെ വെച്ചിട്ട് ഒരു ബാബാ സൂട്ട് മോഡലാണ് കേട്ടോ. ഇത് നമ്മൾ ഓർഡർ കിട്ടുന്നത് നമ്മളെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഓർഡർ തന്നെയായിരുന്നു. നമ്മൾ വേറെയുള്ള ഓർഡേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഇവരെന്നെ കോൺടാക്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് റെഡി സ്റ്റോക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ ചൂസ് ചെയ്തിരുന്നതൊന്നും റെഡി സ്റ്റോക്കിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഷോപ്പിലാണ് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് തന്നെയാണ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോഡൽസ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ടോട്ടൽ 3 മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇതുപോലെ അജ്രാക്ക് മെറ്റീരിയൽസ് വെച്ചിട്ട് ഇതുപോലെ ബാബാ സൂട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലൊരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പർപ്പിൾ ഷെയ്ഡായിരുന്നു കേട്ടോ. ഇതിന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ്റ് കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളൊരു സാധാരണ ഒരു അനാർക്കലി ടോപ്പ് കുർത്തിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലീവിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു എലാസ്റ്റിക്കും പിന്നെ അതുപോലെ നെക്കിൽ ഇതുപോലുള്ളൊരു ഹെയർ ബോ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് തൊട്ട് ഫ്രില്ല് വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ ഫ്രോക്കാണ്. അത് ഫുൾ ലെങ്ത്ത് വേണ്ടാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സൽ സൈസിലാണ് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുള്ളും അവർ സൈസൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എക്സാക്റ്റ് സൈസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള കളറും അതുപോലെ അതിൻ്റെ പ്രിൻറ്റുമാണ് കേട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലായിരുന്നു കേട്ടോ. ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇതും നമ്മൾ ബാബാ സൂട്ട് മോഡലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനൊന്നും ഇന്നർ നമ്മൾ അവർ തന്നെ പർച്ചേസ് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ എടുത്ത് കൊടുക്കണം. നമ്മൾ ഇന്നർ നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ചെയ്ത് കൊടുക്കാൻ അതിൻ്റെ ഒരു മെറ്റീരിയൽ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിലൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റെഡിമെയ്ഡ് എടുത്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 ഐറ്റമാണ് കേട്ടോ അവർ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏത് ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യുമ്പോഴും നമ്മൾ ക്ലോത്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ റേറ്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള പറയുള്ളൂ. അതിന് മുന്നേ നമ്മൾ എൻക്വയറി ചെയ്യുമ്പോൾ ഒരു എക്സാക്റ്റ് റേറ്റ് ആണ് കേട്ടോ പറയുക. നമ്മൾ ക്ലോത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വന്നാൽ നമുക്ക് കറക്റ്റ് റേറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ എക്സാക്റ്റ് റേറ്റ് ആണ് പറയാം. ഇപ്പോൾ നമ്മൾ ക്ലോത്ത് എടുത്തതിന് ശേഷം കറക്റ്റ് റേറ്റ് പറഞ്ഞാൽ ഹാഫ് പേയ്മെൻറ്റ് അപ്പോൾ ചെയ്യാം എല്ലാ കസ്റ്റമറോടും നമ്മൾ പറയാറുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വർക്കെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹാഫ് പേയ്മെൻറ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അവരത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ട് അവരിതുവരെ ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവർ ക്യാഷ് ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു മാസം ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ്. എന്തായാലും നമ്മൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവർ കോൺടാക്ട് ചെയ്തിട്ട് അവർ ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. എന്നാലും അവർ ഹാഫ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കസ്റ്റമറുടെ കയ്യിൽ പേയ്മെൻറ്റ് കിട്ടുന്നത് വരെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കയ്യിൽ ക്യാഷ് റെഡി സ്റ്റോക്ക് വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലുള്ള ഓർഡേഴ്സൊക്കെ തരാൻ വേണ്ടിയിട്ട്. എനിക്ക് കിട്ടിയ പണി വേറെ ആർക്കും കിട്ടരുത് എന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവർ നല്ല കസ്റ്റമർ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഈ ചെയ്ത 3 വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓർഡർ തരാനുള്ള വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്